അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇവിടുന്ന് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് അതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ആഡ് റൺ ചെയ്യുക, ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇവിടുന്ന് ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു കമ്മിങ് സൂൺ ആയിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ചെയ്യാൻ. അപ്പോൾ ആ ഒരു വീഡിയോ കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം നമുക്ക് ബഡ്ജറ്റ് ആണെന്നുള്ളത് നമുക്കൊരു ബ്രാൻഡിനെ മെൻഷൻ ചെയ്യാതെ വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളതിന് ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അത് ബഡ്ജറ്റിനെ മെൻഷൻ ചെയ്യാതെ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റിന് നമുക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ ആ ഒരു മാർക്കറ്റിലുള്ള സ്കോപ്പിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ആഡ് റൺ ചെയ്യുക, ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതല്ല. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ബ്രാൻഡ് എന്താണോ അവിടെ മാർക്കറ്റും അവിടെ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് വേണോ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് റൺ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പ്രോജക്റ്റിന് ശേഷം നമുക്ക് മനസ്സിലായി തുടങ്ങിയത്.